Okay, listen here. Our last class we discussed about the people who help us. Okay, we are discussing about our helping people. Listen here. First, we say about teacher. Many people help us and they make our lives comfortable. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമ്മൾ ഒരുപാട് ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലേ ജീവിക്കാറ്. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഓരോരുത്തരുടെ ഹെൽപ്പ് വേണം അല്ലേ. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റുക അല്ലേ. സോ a teacher works in a school. She teaches children to read and write. She also tells them stories and poem. Teacher is helping people. We know that. Teacher എന്താണ്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് അല്ലേ, നമുക്കറിയാം. നമ്മളെ എന്താണ്, she teaches to read and write. എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിക്കുന്നത് ആരാണ്? ടീച്ചേഴ്സ് ആണ് അല്ലേ. Then she also tells them stories and poem. കുട്ടികൾക്ക് കഥകളും പാട്ടുകളും ഒക്കെ പറഞ്ഞും തരാറുണ്ട് ടീച്ചേഴ്സ്. സോ ടീച്ചർ ഈസ് ഹെൽപ്പിംഗ് പീപ്പിൾ. ഷീ ടീച്ചേഴ്സ് ടു റീഡ് ആൻഡ് റൈറ്റ് ആൻഡ് ഷീ ഓൾസോ ടെൽസ് ദം സ്റ്റോറീസ് ആൻഡ് പോയംസ്. ഓക്കെ. ദെൻ doctor. Doctor is another helping people. A doctor works in a hospital. We know that. Doctor എവിടെയാ ഉണ്ടാവുക? ഹോസ്പിറ്റലിലാണല്ലേ. നമുക്ക് അസുഖം വരുമ്പോൾ നമ്മൾ എവിടെ പോവും? ഡോക്ടറുടെ അടുത്ത് പോവും അല്ലേ. Then he treats us when we fall sick and he gives us medicine. The doctor treats us when we fall in sick. നമുക്ക് അസുഖമുണ്ട് എന്ന് തോന്നുമ്പോഴാണല്ലേ നമ്മൾ ഡോക്ടറെ അടുത്ത് പോവാറ്. നമുക്ക് എന്തെങ്കിലും അസുഖമുണ്ട്, നമുക്ക് ഒട്ടും വയ്യാതിരിക്കുമ്പോഴാണ് നമ്മൾ എവിടെ പോവാ? ഡോക്ടറെ അടുത്ത് പോവാറ് അല്ലേ. Then he treats us when we fall sick and he gives us medicine, also gives us medicine too. ഡോക്ടർ എവിടെയാ ഉണ്ടാവുക? ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുക. നമുക്ക് അസുഖമാണ് എന്ന് തോന്നുമ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും അല്ലേ. ഡോക്ടർ നമുക്ക് എന്ത് ചെയ്യും? മരുന്ന് തരും അല്ലേ. സോ അങ്ങനെയാണ് നമ്മുടെ അസുഖം എന്ത് ചെയ്യുക? ഭേദമാവുക. Then postman. Third people is a postman. A postman works in a post office and he brings letters for us. നമുക്ക് കത്തുകളും എന്തെങ്കിലും നോട്ടീസും ഒക്കെ ഒഫീഷ്യലി വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ആരാ കൊണ്ടുതരിക? പോസ്റ്റ്മാൻ ആണ് അല്ലേ. പോസ്റ്റ്മാനെ കണ്ടിട്ടുണ്ടോ എല്ലാവരും? നിങ്ങളുടെ വീട്ടിലെ ലെറ്റേഴ്സ് ഒക്കെ കൊണ്ടുവരാറുണ്ടോ? യെസ്, ഉണ്ട് അല്ലേ. ഇപ്പൊ എന്താണ്, ഇപ്പൊ വളരെ കുറവാണ് പോസ്റ്റ്മാൻ ലെറ്റേഴ്സ് ഒക്കെ കൊണ്ടുവരുന്നത്, വളരെ കുറവാണ്. ഇപ്പൊ നമ്മൾ എന്താണ്, ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും അറിയാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ ഫോൺ ചെയ്യും, ഇല്ലെങ്കിൽ മെസ്സേജ് ചെയ്യും. വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, അങ്ങനെ ഇപ്പൊ ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ലെറ്റേഴ്സ് ഒന്നും അയക്കാറ് കുറവാണ് അല്ലേ. ദെൻ എന്നാലും പോസ്റ്റ് ഓഫീസിൽ വരുന്ന ലെറ്റേഴ്സും നോട്ടീസും ഒക്കെ കൊണ്ട് നമുക്ക് തരുന്നത് ആരാണ്? പോസ്റ്റ്മാൻ ആണ് അല്ലേ. ആൻഡ് പോസ്റ്റ്മാൻ ഈസ് ഓൾസോ എ ഹെൽപ്പിംഗ് പീപ്പിൾ. ടീച്ചർ, ഡോക്ടർ, പോസ്റ്റ്മാൻ ആൻഡ് ദെൻ പോലീസ്മാൻ ഓർ പോലീസ് വുമൺ അല്ലേ. പിന്നെ ആരൊക്കെ ഉണ്ട്? പോലീസ്മാനും പോലീസ് വുമണും ഉണ്ടല്ലേ. Then a policeman or a police woman works in a police station. The police keeps us safe. Police are always keeps us very safe അല്ലേ. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ, നമ്മൾ എപ്പോഴും സേഫ് ആയിട്ട് വെക്കുന്നത്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതൊക്കെ ആരാണ്? പോലീസുകാരാണ് അല്ലേ. പോലീസുകാരെ കണ്ടിട്ടുണ്ടോ? നിങ്ങള് കണ്ടിട്ടുണ്ടോ? ആർക്കൊക്കെ പോലീസ്മാൻ ആകാൻ താല്പര്യമുണ്ട്? പോലീസ്മാൻ ഓർ പോലീസ് വുമൺ ആകാന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെ ഉണ്ട്? അലൻ ഉണ്ട്, ഹാദി ഉണ്ട് അല്ലേ. എല്ലാവരും ഉണ്ട്. പോലീസ് ആവണം എന്നാണ് നിങ്ങൾക്കൊക്കെ ആഗ്രഹം അല്ലേ. വെരി ഗുഡ്, അങ്ങനെ തന്നെ ആവട്ടെ അല്ലേ. നന്നായിട്ട് പഠിച്ചാല്, നല്ല കുട്ടികളായാല് ആരാവും? പോലീസ് ആവും അല്ലേ. നന്നായിട്ട് പഠിക്കണം. പിന്നെന്താണ്? നന്നായിട്ട് ഫുഡ് കഴിക്കണം അല്ലേ. നല്ല മക്കളായാലല്ലേ പോലീസിൽ ചേരാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ നന്നായിട്ട് പഠിക്കുകയും വേണം അല്ലേ. ഓക്കെ, അങ്ങനെ എന്താണ്, രണ്ടുപേര് പോലീസ് ആവുകയാണല്ലേ നമ്മുടെ 1ാം ക്ലാസ്സിൽ നിന്ന്. കുറെ കാലം കഴിഞ്ഞ് നിങ്ങൾ എവിടെയെങ്കിലും പോലീസായിട്ട് നിൽക്കുമ്പോ മിസ്സൊക്കെ വന്ന മിസ്സിന് മെയിൻറ്റെയിൻ ചെയ്യോ? ചെയ്യില്ലേ? ഞങ്ങളെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച മിസ്സാണെന്ന് പറയില്ലേ? ഓക്കെ, ഗുഡ്. ദെൻ policeman
or policewoman. A policeman or a policewoman works in a police station and the police keeps us safe. അല്ലേ, നമ്മൾ എപ്പോഴും സേഫ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത് ആരാണ്? പോലീസുകാരാണ് അല്ലേ. നമ്മൾ വല്ല എന്താണ് നമ്മളെ ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കുവോ, നമ്മുടെ എന്തെങ്കിലും സാധനമൊക്കെ വല്ല കള്ളനൊക്കെ കട്ടുകൊണ്ട് പോവുകയോ ഒക്കെ ചെയ്താൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും നമ്മുടെ സാധനമൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുതരുകയും ഒക്കെ ചെയ്യുന്നത് ആരാണ്? പോലീസുകാരാണ് അല്ലേ. സോ policeman or policewoman are also our helpers. And teacher, doctor, postman and policeman. Then farmer. A farmer grows food for us. He works in the field. Who's farmer? ആർക്കൊക്കെ farmers ആകാൻ താല്പര്യമുണ്ട്? എത്ര പേർക്ക് farmer ആകാൻ ഇഷ്ടമുണ്ട്? ഉണ്ടോ ആർക്കെങ്കിലും? സാവിയോ, do you want to be a farmer? നിങ്ങൾക്കൊരു ഫാർമർ ആകാൻ വേണ്ടി താല്പര്യമുണ്ടോ? നോ, ഇല്ല അല്ലേ. എന്താണ്, ആർക്കും ഫാമേഴ്സ് ആകാൻ ഇഷ്ടമല്ല അല്ലേ. പക്ഷെ അതെന്താണ്, മോശം ജോലിയാണോ? നോ, നമ്മൾ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഫാർമേഴ്സ് ഉള്ളത് കൊണ്ടാണല്ലേ. അവരാണ് നമുക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യുന്നത്? ഭക്ഷണമൊക്കെ കൃഷി ചെയ്ത് ഉണ്ടാക്കി തരുന്നത് അല്ലേ. അത് നമ്മൾ ആരെങ്കിലും ഓർക്കാറുണ്ടോ? നമ്മൾ എന്താ പറയാ, നമ്മള് ഷോപ്പിൽ പോയിട്ട് പൈസ കൊടുത്തിട്ടാണ് നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്, കഴിക്കുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. പക്ഷെ അങ്ങനെയാണോ? ഫാർമേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ എന്താണ്, നമുക്ക് പ്രോപ്പറായിട്ട് ഫുഡും കാര്യങ്ങളും ഒന്നും കിട്ടില്ല അല്ലേ. അപ്പോ ഫാർമർ ആകുന്നതും മോശമൊന്നുമല്ല അല്ലേ. പിന്നെ പോലീസ് ആകാം, അതിന്റെ കൂടെ ഫാർമറും ആകാം അല്ലേ. നമ്മുടെ വീട്ടിൽ എന്താണ് കൃഷികളൊക്കെ ഉണ്ടാക്കാം അല്ലേ. അതും എന്താണ്, ഫാർമർ തന്നെയാണ് അല്ലേ. നമ്മുടെ വീട്ടില് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ക്രോപ്സും ഒക്കെ ഉണ്ടാക്കാമല്ലേ. സോ ഫാമർ ഗ്രോസ് ഫുഡ് ഫോർ അസ്. നമുക്ക് വേണ്ടി ഭക്ഷണ സാധനങ്ങളൊക്കെ, അതായത് നെല്ലും ഗോതമ്പും പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നത് ആരാണ്? ഫാർമേഴ്സ് ആണ് അല്ലേ. ദെൻ ഹി വർക്ക്സ് ഇൻ ദ ഫീൽഡ്. എപ്പോഴും പാടത്തും പറമ്പിലും ഒക്കെ കൃഷി ചെയ്ത് നമുക്ക് വേണ്ടി ഫുഡ് ക്രോപ്സും ഒക്കെ ഉണ്ടാക്കുന്നത് ആരാണ്? നമ്മുടെ ഫാർമേഴ്സ് ആണ്. സോ ടീച്ചർ, ഡോക്ടർ, പോസ്റ്റ്മാൻ, പോലീസ്മാൻ ആൻഡ് farmer. Then also other helping people is there. അത് കൂടാതെ കുറെ helping peoplesഉം ഉണ്ട് അല്ലേ. നോക്കാം നമുക്ക് അത് ആരൊക്കെയാണെന്ന്. Our other helpers are, first one, vegetable seller. He sells vegetables and fruits. A vegetable seller is also sells vegetables and fruits. We know them. നമുക്ക് അറിയാം അല്ലേ. നമ്മൾ എവിടെയെങ്കിലും മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അല്ലേ, നിങ്ങളുടെ പാരന്റ്സിന്റെ കൂടെ ടൗണിലൊക്കെ പോവാറില്ലേ? സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ അവർ പോകുമ്പോ നിങ്ങൾ കൂടെ പോവാറുണ്ട് അല്ലേ? ഉണ്ടോ? പോവാറുണ്ടോ പാരന്റ്സിന്റെ കൂടെ ടൗണിലൊക്കെ? യെസ് ഓർ നോ? പോകാറുണ്ടോ? യെസ്. ദെൻ അങ്ങനെ പോകുമ്പോഴെന്താണ്, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ സെല് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഇതുപോലെ റോഡ് സൈഡിലൊക്കെ ഇരുന്നിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ടല്ലേ. അവരെന്തിനു വേണ്ടി അങ്ങനെ വിൽക്കുന്നത്? അവർക്ക് ജീവിക്കാനുള്ള മണി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നാലും എന്താണ്, നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മുടെ അടുത്ത് എത്തിച്ചു തരുന്നത് ആരാണ്? ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സെല്ലേഴ്സ് ഒക്കെ ആണല്ലേ. സോ vegetable seller is also our helper and he brings. Then second one, milkman. We already said it in our previous class. Milkman, he brings milk for us. Milkman എന്താണ്? നമുക്ക് വേണ്ടി പാല് കൊണ്ടുതരുന്ന ആളല്ലേ. നമ്മളെപ്പോഴും പാലൊഴിച്ചിട്ടാണ് ചായ ഒക്കെ വെക്കാറ്. രാത്രി എന്താണ്, പാല് കുടിച്ചിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ നമുക്ക് കഴിക്കണമെങ്കിൽ പാല് നമ്മുടെ വീട്ടില് കൊണ്ടുതരുന്ന ആളുണ്ട് അല്ലേ, മിൽക്ക് മാൻ. അവരെന്താണ്, ഇവിടെ തന്നിരിക്കുന്ന പിക്ചർ നോക്കിയേ. സൈക്കിളില് പാലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോയിട്ട് എല്ലാ വീടുകളിലും പാല് കൊണ്ട് കൊടുക്കുന്ന ആള് അല്ലേ. പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ എന്താണ്, റെയർ ആണ്. പക്ഷെ എന്നാലും നമ്മള് പാല് വേറെ ഏതെങ്കിലും വണ്ടിയിലൊക്കെ നമ്മുടെ നാട്ടിൽ കൂടെ വരാറുണ്ടല്ലേ. സൊസൈറ്റിയിലൊക്കെ കൊണ്ടുപോകുന്ന പാലൊക്കെ എന്താണ്, നമ്മുടെ വീടിന്റെ മുറ്റത്തേക്ക് വരാറുണ്ട് പാല്. Then milkman, he brings milk for us. The milkman brings milk for us. നമുക്ക് കഴിക്കാൻ വേണ്ടി, നമുക്ക് കുടിക്കാൻ വേണ്ടി എന്താണ്, പാല് കൊണ്ടുതരുന്ന ആൾക്കാരും ഉണ്ട് അല്ലേ, മിൽക്ക് മാൻ. Then
ടൈലർ. വിനോ ടൈലർ. നമുക്കറിയാം അല്ലെ ടൈലേഴ്സ് ആരാണെന്ന്. നമ്മുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഭംഗിയായി സ്റ്റിച്ച് ചെയ്ത് തരുന്ന ആൾക്കാരില്ലേ? കണ്ടിട്ടില്ലേ ടൈലേഴ്സിനെ? എത്ര പേരുടെ അമ്മമാര് ടൈലേഴ്സ് ആണ്? നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുടെ അമ്മമാരുണ്ട്? ആ, ഹാദിയുടെ അമ്മയുണ്ട്. പിന്നെ ആരുടെയാണ്? നല്ലതാണല്ലേ, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് ആക്കി തരുന്ന ആളാണല്ലേ. ഹാദിയുടെ അമ്മ ടൈലർ ആണോ ഹാദി? യെസ് ആണ്. യെസ്, ഓക്കെ, വെരി ഗുഡ്. എന്താണ് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരുന്ന ആളല്ലേ. നമുക്ക് ഭംഗിയായിട്ട് ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരും. ബോയ്സ് ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല അല്ലേ. നിങ്ങൾക്ക് ഒരു ഷർട്ടും ടീഷർട്ടും പാൻസും ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യാറ്. പക്ഷെ ഗേൾസ് അങ്ങനെയാണോ? ഗേൾസിന് എന്താണ് നല്ല നല്ല ഫാഷനുള്ള നല്ല മോഡലായിട്ടുള്ള ഡ്രസ്സുകൾ വേണം അല്ലേ എല്ലാവർക്കും. അപ്പൊ എന്താണ് നന്നായിട്ട് ഗേൾസിന്റെ ഒക്കെ ഡ്രസ്സ് ബോയ്സിന്റെയും അല്ലേ ഷർട്ടും പാൻസും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് തരാറുണ്ട്. ദെൻ നമുക്ക് വേണ്ടി ഡ്രസ്സസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് തരുന്ന നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ടൈലേഴ്സ്. ദെൻ കോബ്ലർ. കോബ്ലർ എന്താണ്? നമ്മുടെ ഹി മെൻസ് ആൻഡ് പോളിഷ്ഡ് അവർ ഷൂസ്. നമ്മുടെ പൊട്ടിപ്പോയ ഷൂസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതൊക്കെ ശരിയാക്കി റിപ്പയർ ചെയ്ത് പോളിഷ് ചെയ്ത് നല്ല ഭംഗിയാക്കി തരുന്നത് ആരാണ്? കോബ്ലർ ആണ് അല്ലേ. ചെരുപ്പൊക്കെ തുന്നുന്ന ആള് കോബ്ലർ. ദെൻ ഹി മെൻസ് ആൻഡ് പോളിഷ്ഡ് അവർ ഷൂസ്. നമ്മുടെ ഷൂസ് ഒക്കെ നന്നായി പൊട്ടിപ്പോയ നമ്മുടെ ഷൂസ് ഒക്കെ നന്നായി റിപ്പയർ ചെയ്ത് നീറ്റാക്കി തരുന്നത് ആരാണ്? കോബ്ലർ ആണ്. സോ കോബ്ലർ ഈസ് ഓൾസോ അവർ ഹെൽപ്പർ ആൻഡ് മെക്കാനിക്. ആൻഡ് ലാസ്റ്റ് വൺ മെക്കാനിക്. He repairs cars and motorcycles. Mechanic is helping us to repairing our cars and motorcycle. എന്താണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എന്താണ് മിക്കവാറും കാറും മോട്ടോർ സൈക്കിളും എന്തെങ്കിലും ഒക്കെ ഒരു വെഹിക്കിൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അല്ലേ. സോ അതൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ആവുകയാണെങ്കിൽ കേടാവുകയാണെങ്കിൽ അതൊക്കെ റിപ്പയർ ചെയ്ത് തരുന്നത് ആരാണ്? മെക്കാനിക് ആണല്ലേ. ഹി റിപ്പയർസ് കാർസ് ആൻഡ് മോട്ടോർ സൈക്കിൾ. കാറും നമ്മുടെ മോട്ടോർ സൈക്കിളും ഒക്കെ പഞ്ചറാവോ ടയർ പൊട്ടിപ്പോവോ അങ്ങനെ എന്തെങ്കിലും എൻജിൻ പ്രോബ്ലം ആവോ ബ്രേക്ക് പോവോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എവിടെ പോവും? വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകും അല്ലേ. ശരിയാക്കാൻ വേണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകും. സോ അവിടെ നിന്ന് നമ്മുടെ വെഹിക്കിൾസ് ഒക്കെ റിപ്പയർ ചെയ്ത് തരുന്നത് ആരാണ്? മെക്കാനിക് ആണ് അല്ലേ. എത്ര പേര് മെക്കാനിക് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേർക്ക് മെക്കാനിക് ആകാൻ ആഗ്രഹമുണ്ട്? മിൽക്ക് മാൻ ആകാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ഇല്ല. വെജിറ്റബിൾ സെല്ലർ ആകാൻ ആഗ്രഹമുണ്ടോ? ഇല്ല, ആർക്കും ഇല്ല. പിന്നെന്താണ്? ടൈലർ ആകാൻ ആഗ്രഹമുണ്ടോ? Do you want to be a tailor? No. പിന്നെന്താണ്? കോബ്ലർ ആകാൻ താല്പര്യമുണ്ടോ? ഇല്ല അല്ലേ. എല്ലാവർക്കും എന്താണ് നല്ല നല്ല ജോലി വേണമെന്നാണ് ആഗ്രഹം അല്ലേ. ഈ ടൈലറും മെക്കാനിക്കും മിൽക്ക് മാനും വെജിറ്റബിൾ സെല്ലറും കോബ്ലറും ഒക്കെ എന്താണ് നല്ല ജോലി തന്നെയാണല്ലേ. ഒരു ജോലി എന്താണ് മോശമല്ല. എന്നാലും നിങ്ങൾ എന്താണ് കോബ്ലറും മിൽക്ക് മാനും ഒന്നും ആകണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചിട്ട് ഡോക്ടറും എഞ്ചിനീയറും പോലീസും ഒക്കെ ആവുക അല്ലേ. ഇതൊക്കെ നല്ല ജോലിയാണ്. പക്ഷെ എന്താണ് നമുക്ക് നന്നായിട്ട് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? നല്ല ജോലി വേണം അല്ലേ. ബാക്കിയുള്ളതൊന്നും മോശമാണെന്നല്ല മിസ് പറഞ്ഞത്. എല്ലാ ജോലിയും അതിൻ്റെതായ ഡീസൻസി ഉണ്ട്. പക്ഷെ എന്താണ് നല്ല ജോലിയും നല്ല സാലറിയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റൂ അല്ലേ. കുറച്ച് ക്യാഷ് കിട്ടിയാൽ മതിയോ ജീവിക്കാൻ? പോരല്ലോ. ഒരുപാട് ക്യാഷ് വേണം. എന്താണ് നല്ലൊരു സ്റ്റാറ്റസ് വേണം, ഒക്കെ വേണം അല്ലേ. അതിനുവേണ്ടി എന്ത് വേണം? നല്ല ജോലി നിങ്ങൾ നേടിയെടുക്കണം അല്ലേ. സോ എന്താണ് വെജിറ്റബിൾ സെല്ലർ ആൻഡ് മിൽക്ക് മാൻ ആൻഡ് ടൈലർ, കോബ്ലർ, മെക്കാനിക്. നെക്സ്റ്റ് വൺ ഗാർഡനർ. ഹി ലുക്സ് ആഫ്റ്റർ ദ ഗാർഡൻ. നമ്മുടെ വീട്ടിലെയും പാർക്കിലെയും ബീച്ചിലും ഒക്കെ കാണുന്ന പൂന്തോട്ടങ്ങളൊക്കെ നന്നായിട്ട് ഗാർഡൻ ഒക്കെ നന്നായി നോക്കി അതൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ആളാണ് ആര്? ഗാർഡനർ. ഹി ലുക്സ് ആഫ്റ്റർ ദ ഗാർഡൻ. നമ്മുടെ ഗാർഡൻ ഒക്കെ നന്നായി നോക്കി വൃത്തിയാക്കുന്ന
ആളാണ്. Then next, guard. Guard. He guards our house. And washerman. He washes our clothes. നമ്മുടെ ഡ്രസ്സുകളൊക്കെ അലക്കി വൃത്തിയാക്കി തരുന്ന ആള്. Then carpenter. He makes furniture for us. നമുക്ക് വേണ്ടി ഫർണിച്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കി തരുന്ന ആള്. ഗാർഡ് ആരാണ്? നമ്മുടെ ഹോം ഗാർഡ് അല്ലേ? നമ്മുടെ വീടൊക്കെ നന്നായിട്ട് നോക്കി കെയർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആള്. ദെൻ വാഷർമാൻ നമ്മുടെ ഡ്രസ്സൊക്കെ നമുക്ക് വേണ്ടി വാഷ് ചെയ്ത് നീറ്റ് ആക്കി കൊണ്ടുതരും. ദെൻ കാർപ്പൻറ്റർ. ഹി മേക്സ് ഫർണിച്ചർ ഫോർ അസ്. നമുക്ക് വേണ്ടി ഫർണിച്ചേഴ്സ് ഉണ്ടാക്കുന്ന ആള്. ക്ലിയർ? ഇതൊക്കെയാണ് നമ്മുടെ ഹെൽപ്പിംഗ് പീപ്പിൾ. ആരൊക്കെയാണ്? ഡോക്ടർ, ടീച്ചർ, പോലീസ്മാൻ, പോസ്റ്റ്മാൻ, വെജിറ്റബിൾ സെല്ലർ, മിൽക്ക്മാൻ, cobbler, tailor, gardener, mechanic, guard, washerman, carpenter. Also our helpers. ഇവരൊക്കെ നമ്മളെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? Many people help us. നിങ്ങളുടെ പോർഷൻ കഴിഞ്ഞിട്ട് let us review എന്ന് പറഞ്ഞ ഒരു പോർഷൻ ഉണ്ട്. അതാണ് മിസ് പറയുന്നത്. Our teacher teaches us many things. ടീച്ചേഴ്സ് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും എന്നാണ് പറയുന്നത്. നിങ്ങളെ ജസ്റ്റ് എഴുതാനും വായിക്കാനും വേണ്ടി മാത്രമാണോ ടീച്ചേഴ്സ് പഠിപ്പിക്കാറ്? അല്ലല്ലോ, വേറെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു തരാറുണ്ട് അല്ലേ ടീച്ചേഴ്സ്? സോ ടീച്ചർ ടീച്ചേഴ്സ് മെനി തിങ്സ്. ആൻഡ് എ ഡോക്ടർ treats us when we fall sick. We already say that a doctor treats us when we fall very sick. And a postman brings us letters. Postman നമുക്ക് letters ഒക്കെ കൊണ്ടുതരുന്ന ആള്. Then the police keeps us safe. Police always keeps us very safe. And a farmer grows food for us. We already say that a farmer grows food for us. Then many other people help us in your daily lives. നമ്മളെ ഒരുപാട് കാര്യങ്ങളിൽ ആര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിക്കുക. നമ്മുടെ വീട്ടിൽ വണ്ടിയില്ല, നമ്മൾ എങ്ങനെ പോവും? ബസ്സിൽ കയറി പോകണം അല്ലേ? അപ്പോൾ ബസ് ആരാണ് ഡ്രൈവ് ചെയ്യുന്നത്? ഡ്രൈവർ. സോ ഡ്രൈവറും എന്താണ്? നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു പ്ലേസിൽ നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ നമ്മളെ എന്ത് ചെയ്യുന്ന അവിടെ കൊണ്ടെത്തിക്കുന്നത് ആരാണ്? ഡ്രൈവർ ആണ് അല്ലേ? സോ എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ എല്ലാ ആളുകളും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നോക്കുക, അതിൽ ഫൺ ടു ലേൺ എന്ന് പറഞ്ഞിട്ട് എന്ത് ആൻസർ ഇൻ വൺ വേർഡ് ഉണ്ട്. ആൻഡ് അതെന്താണ്? വൺ വേർഡിൽ ആൻസർ ചെയ്യേണ്ടതാണ്. അതെന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതാം. വൺ വേർഡിൽ എഴുതേണ്ട സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന് ചോദിക്കാമല്ലേ? ഹൂ കീപ്സ് us സേഫ്? ആരാണ് നമ്മളെ എപ്പോഴും സേഫ് ആയിട്ട് വെക്കുന്ന ആൾക്കാർ? എപ്പോഴും നമ്മളെ സേഫ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്? മുഹമ്മദ് മുക്താസിം. ഹൂ ഈസ് ഓൾവേസ് കീപ്സ് us സേഫ്? ആരാണ്? പോലീസ്മാൻ. പോലീസ്മാൻ. ഓക്കെ, റൈറ്റ്. പോലീസ്മാൻ എന്നാണ് അവിടെ എഴുതേണ്ടത്. So right there, policeman. Policeman. അതുപോലെ എന്ത് ചെയ്യുക? ആ തന്നിരിക്കുന്നത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഓക്കെ. Who keeps us safe? Who grows food for us? Who stitches our clothes? Who mends our shoes? ഇത്രയും കാര്യം എന്ത് ചെയ്യുക? ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരിക. ബാക്കിയുള്ളത് എന്താണ്? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. സോ ഈ പോർഷൻ എന്ത് ചെയ്യുക? നന്നായി വായിച്ചിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരാൻ വേണ്ടി. നെക്സ്റ്റ് ക്ലാസ്സിൽ വന്നിട്ട് മിസ് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് ഹു ഹെൽപ്പ് us and who grows food for us and who mends our shoes, who protect our house എന്നൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യണം? ആൻസർ പറയണം. അപ്പൊ എന്ത് ചെയ്യണം? പോർഷൻ നന്നായിട്ട് 3-4 തവണ നന്നായിട്ട് ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക.
ഓക്കെ, ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, മിസ്സിനെ വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ മിസ്സിനോട് പറയാം ഈ പോർഷനിൽ എന്തെങ്കിലും മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ,